മേഘ, നിലവിലെ അവസ്ഥ എന്താണ്? കൂടുതൽ പരിക്കേറ്റവരെ സംബന്ധിച്ചുള്ള കൂടുതൽ പേര് വിശദാംശങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? മേഘയുടെ കയ്യിലുണ്ടായിരുന്നു ആ റിപ്പോർട്ട്. നേരത്തെ നമ്മുടെ മുൻപിലേക്ക് അതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഏകദേശം 34 പേരുടെ പേര് വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് പരിക്കുമായി ബന്ധപ്പെട്ട്. അത് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണോ മേഘ? വിനിഷ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമാണ് അതിപ്പോൾ. അതായത് 34 പേരുടെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ വിവിധ പ്രായങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെയും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഓരോ സെക്കൻഡ് കൂടുന്നോറും ആംബുലൻസ് വന്നുകൊണ്ട് ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ഭയാനകമാണ്. അതായത് ഒരു ആനയ്ക്ക് മദം പൊട്ടി ആ ആന മറ്റൊരു ആനയെ ആക്രമിക്കുന്നു. പുറകിൽ വന്നാണ് ഈ ആനയെ കൊമ്പ് കൊണ്ട് കുത്തുന്നത്. അപ്പോൾ ആ ആനപ്പുറത്തുണ്ടായിരുന്ന ആൾ തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അവർക്കുൾപ്പെടെ പരിക്ക് പറ്റിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ മദം പൊട്ടിയ ആന ആ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓഫീസ് കുത്തിപ്പൊളിക്കുന്നത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആളുകൾക്ക് പരിക്ക് പറ്റിയത്. ഏതായാലും ആളുകൾ പരിക്കേറ്റ 2 പേർ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ട്. ഈ ആളുകളെയൊക്കെ തന്നെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ സംഭവ സ്ഥലത്ത് സ്ഥിതി നിലവിൽ നിയന്ത്രണ വിധേയമാണ്, ശാന്തമാണ്. ഈ ആനയെ അപ്പോൾ തന്നെ തളയ്ക്കാൻ സാധിച്ചു. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. ശരി മേഘ, മേഘയിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾക്കായി വരാം.